السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحابه سيدنا ومولانا മുഹമ്മദ്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് ഭൗതികവും ആത്മീയവുമായ ദുന്യവിയും അതുപോലെ തന്നെ മതപരവുമായ എല്ലാ വിഷയങ്ങളിലും നന്മ ലഭിക്കാനും എല്ലാവിധ ഷെറുകളിൽ നിന്ന് രക്ഷ നേടാനുമുള്ള എല്ലാ കാര്യങ്ങളും അവിടുന്ന് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട 4 വിഷയങ്ങൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പ്രത്യേകം പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്. ഈ 4 വിഷയങ്ങൾ പ്രത്യേകം അള്ളാഹുവിനോട് കാവൽ തേടാനാണ് അവിടെ നിന്ന് നിർദ്ദേശിച്ചിട്ടുള്ളത്. കാരണം ഈ 4 വിഷയങ്ങൾ ഒരു മനുഷ്യനിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ അയാളുടെ ജീവിതം വല്ലാത്ത പ്രയാസത്തിലായിരിക്കും, വലിയ വിഷമത്തിലേക്ക് അദ്ദേഹം നീങ്ങിപ്പോകും. എത്രത്തോളം എന്ന് വെച്ചാൽ ഒരുപക്ഷെ മരണത്തെ വരെ കൊതിച്ചു പോകും. ഈമാൻ തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന അത്തരം സാഹചര്യങ്ങളിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ വേണ്ടി റബ്ബിനോട് താണുകയാണ് അപേക്ഷിക്കേണ്ടുന്ന 4 വിഷയങ്ങളെ സംബന്ധിച്ച് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതായി ഇമാം ബുഖാരി, മുസ്ലിം റളിയല്ലാഹു അൻഹുമ സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് നിവേദനം ചെയ്യുന്ന ഹദീസിലൂടെ നമ്മെ പഠിപ്പിച്ചതായി കാണാൻ സാധിക്കും. അവിടുന്ന് പറയാണ്, തഅവ്വദൂ ബില്ലാഹ്, അള്ളാഹുവിനോട് നിങ്ങൾ കാവൽ തേടണേ, അള്ളാഹുവിനോട് നിങ്ങൾ സംരക്ഷണം ആവശ്യപ്പെടണേ, അള്ളാഹുവിനോട് നിങ്ങൾ എല്ലാ നിലക്കും അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്നുള്ള കാവൽ ലഭിക്കാൻ, അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്നുള്ള സംരക്ഷണം ലഭിക്കാൻ നിങ്ങൾ ആവശ്യപ്പെടണേ. എന്താണ് 4 വിഷയങ്ങൾ? മിൻ ജഹിദിൽ ബലാ, വലിയ വലിയ പരീക്ഷണങ്ങൾ, കുടുംബത്തിലും സമ്പത്തിലും അതുപോലെ തന്നെ ജീവിതമാർഗങ്ങളിലും ശരീരത്തിലുമൊക്കെ വലിയ പരീക്ഷണങ്ങൾ, സഹിക്കാൻ കഴിയാത്ത വലിയ പ്രയാസപ്പെടുന്ന പരീക്ഷണങ്ങളെ തൊട്ട് റബ്ബിനോട് കാവൽ തേടണം. മാരകമായ രോഗങ്ങൾ പിടിപെട്ട് കഴിഞ്ഞാൽ ചികിത്സിക്കാൻ സാമ്പത്തികമായി കഴിവില്ല, ആ രോഗത്തെ അതിജയിക്കാനുള്ള ആഫിയത്ത്, ആരോഗ്യം ഒരാൾക്കില്ല. ഇങ്ങനെയൊക്കെ വന്ന് വലിയ പ്രയാസം നേരിടേണ്ടി വന്നാൽ എന്തായിരിക്കും അവസ്ഥ? അപ്പം അതില്ലാതിരിക്കാൻ വേണ്ടി റബ്ബിനോട് നിങ്ങൾ അള്ളാഹുവിനോട് എപ്പോഴും നിങ്ങൾ കാവൽ തേടണം. മിൻ ജഹിദിൽ ബലാഇ, അതുപോലെ തന്നെ ദർഖിശ്ശഖാ, ഏതൊരു സംരംഭം തുടങ്ങിയാലും പരാജയം, എവിടെയും വിജയിക്കാൻ കഴിയാത്തൊരവസ്ഥ, എല്ലായിടത്തും നമ്മളെ നിറന്താഴ്ത്തപ്പെടുന്നൊരവസ്ഥ, എല്ലാ നിലക്കും വിഷമങ്ങളും പ്രയാസങ്ങളും മാത്രം ഇയാളെ നിഴലുപോലെ പിന്തുടരുന്നൊരവസ്ഥ. ഇത്തരം അവസ്ഥകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ഈമാൻ തന്നെ നഷ്ടപ്പെട്ടു പോകാൻ അതൊക്കെ കാരണമായി തീരുമല്ലോ. അതുകൊണ്ട് തന്നെ ദൗർഭാഗ്യത്തിൽ നിന്നും അള്ളാഹുവിനോട് നിങ്ങൾ കാവൽ തേടണം. അതുപോലെ തന്നെ വസൂഇൽ ഖലാ, അള്ളാഹു തആല നമുക്ക് കണക്കാക്കുന്ന ഓരോ കണക്കുകൾ, അള്ളാഹു നിശ്ചയിക്കുന്ന ഓരോ നിശ്ചയങ്ങൾ അത് വെറും മോശപ്പെട്ടത് മാത്രം, നമുക്ക് സഹിക്കാനും അതുപോലെ തന്നെ അത് കാരണം മുന്നോട്ട് പോകാനൊക്കെ കഴിയാത്ത വലിയ വിഷമതകൾ, പ്രയാസങ്ങൾ നേരിടുന്ന അള്ളാഹുവിൻ്റെ ഖലാഉകൾ, ആ ഖലാഇനെ മാറ്റിമറിക്കാൻ പ്രാർത്ഥനകൾക്കല്ലാതെ കഴിയില്ലെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളതാണല്ലോ. അതുകൊണ്ട് തന്നെ റബ്ബിൻ്റെ ഖലാഅ് അത് നമുക്ക് അനുകൂലമായി കിട്ടാൻ, പ്രതികൂലമായി റബ്ബ് കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ തന്നെയും പ്രാർത്ഥനയുടെ ഫലം കൊണ്ട് അതെല്ലാം അനുകൂലമായി മാറാൻ റബ്ബിനോട് നിങ്ങൾ കാവൽ തേടിക്കൊണ്ടേ ഇരിക്കണം. അതുപോലെ തന്നെ വശമാത്തത്തിൽ അഅദാ, നമ്മുടെ പരാജയം, നമ്മുടെ ഇല്ലായ്മ, നമ്മുടെ വല്ലായ്മ, നമ്മുടെ പ്രയാസങ്ങൾ കണ്ടുകൊണ്ട് കേട്ടുകൊണ്ട് ശത്രു സന്തോഷിക്കുന്നൊരവസ്ഥ അതുണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ വിഷമങ്ങൾ, പ്രയാസങ്ങൾ കൊണ്ട് ശത്രു സന്തോഷിക്കാതിരിക്കാൻ അല്ലാഹുവിനോട് നിങ്ങൾ കാവൽ തേടണമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിച്ച പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ് ഈ ഹദീസിലൂടെ അവിടെ നമ്മെ പറഞ്ഞിട്ടുള്ളത്. തഅവ്വുദു ബില്ലാഹി മിൻ ജഹിദിൽ ബലാഇ വദർഖിശ്ശഖാഇ വസൂഇൽ ഖലാഇ വശമാത്തത്തിൽ അഅദാ. ഈ പ്രാർത്ഥന ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിരന്തരം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ന് ഹദീസുകൾ കാണാൻ കഴിയും. കാരുണ്യവാനായ റബ്ബ് എല്ലാവിധ വിഷമതകളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന് നമുക്ക് കാവൽ തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.